പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല എന്നാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ പറഞ്ഞത്. പക്ഷേ ലോകരാജ്യങ്ങൾ പറയുന്നു അത്തരം ആണവ ആക്രമണം ഉണ്ടായതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ കാല് പിടിക്കാൻ വന്നത് എന്നുള്ളത്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ് മാമിന് തോന്നുന്നത്? ഇതില് യഥാർത്ഥത്തിൽ ഇന്ത്യ സർക്കാർ ആണ് അത് വ്യക്തമാക്കേണ്ടത്. യുദ്ധം തന്നെ എന്തിനായിരുന്നു, ഈ പരസ്പര പോര് അത് തന്നെ എന്തിനായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തതയില്ലായ്മ മൊത്തമായിട്ടുണ്ട്. അതായത് ഇപ്പൊ പാകിസ്ഥാൻ പറയുന്നു ഇന്ത്യയുടെ 5 മിസൈലുകൾ, ബൊഫേഴ്സ് മിസൈൽ അടക്കം, അപ്പോൾ ഒരു മിസൈൽ കാണാനില്ല. അതിനെ സംബന്ധിച്ച് ഇന്ത്യ കണക്കും പറയണില്ല. അതെവിടെ പോയി എന്നതിനെ സംബന്ധിച്ച് ആശങ്കകളുമാണ്. ഇതിനെക്കുറിച്ച് കൃത്യത, വ്യക്തത ഈ നമ്മുടെ വിദേശ കാര്യ മന്ത്രാലയത്തിൽ നിന്നോ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിനോ പ്രതിരോധ മന്ത്രാലയത്തിനോ ഒന്നും രാജ്യത്തിന് കിട്ടുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ ഒരു അനലൈസിങ്ങിൽ നിന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ്റെ നേട്ടം ആർക്കായിരുന്നു? നേട്ടം അമേരിക്കയ്ക്ക് മാത്രമായിരുന്നു. അതായത് യുദ്ധത്തിൽ ആയുധങ്ങൾ കച്ചവടം നടത്തുന്ന അമേരിക്കയിലെ കോർപ്പറേറ്റ് ലോബിക്ക് മാത്രമാണ് ഈ യുദ്ധത്തിൻ്റെ നേട്ടം. പിന്നെ നേട്ടം അമേരിക്കയ്ക്ക് തന്നെയാണ്. കാരണം സാമ്പത്തികമായി ചൈനയുടെ ട്രേഡ് എഗ്രിമെൻ്റ് ഇന്നലെ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ അമേരിക്കയുടെ ഒരു എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നം വളരെ വലുതാണ്. അത് ഈ 3rd ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്, 3ാം മാന്ദ്യം എന്ന് പറയുകയും ലോകത്ത് അമേരിക്ക ഒഴിച്ച് അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പെട്രോ ഡോളർ എഗ്രിമെൻറ്റിൽ നിന്ന് സൗദി പിന്മാറി. അപ്പോൾ ഈ അമേരിക്കയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്ന് ആരുമില്ല. ലോകത്തെ മറ്റെല്ലാ രാഷ്ട്രങ്ങളെയും, 3ാം ലോക രാജ്യങ്ങളെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെയും ഈ ഉക്രൈനെയും സഹായിക്കുന്നത് ചൈനയാണ്. ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റിയും പ്രകൃതിവാതകവും ഓയിലും തമ്മിലുള്ള വലിയ രീതിയിലുള്ള കോമ്പറ്റീഷൻ നടക്കണം. ഓയിൽ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അവിടേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധം അമേരിക്ക കൊണ്ടുവരുന്നത്. US പ്രസിഡന്റിൻ്റെ ഒരു ബുദ്ധിയുമാണ്. ഇന്ത്യക്കൊരു നേട്ടം ഉണ്ടായിട്ടില്ല. ഇന്ത്യക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ ഇനി. കാരണം ധാരാളം ആയുധങ്ങൾ ഇനിയും വാങ്ങിക്കണം. ബഡ്ജറ്റിൽ ഇത് ഇനിയും കൂടുതൽ എമൗണ്ട് ബഡ്ജറ്റിൽ ആയുധം വാങ്ങാൻ വേണ്ടി മാറ്റിവെക്കേണ്ട ആവശ്യകത വരും. അപ്പം ആ നിലയിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം തന്നെയാണ്. അപ്പം അതിനിടയിലാണ് ആണവ നിലയങ്ങൾ ആക്രമിച്ചോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു തർക്കം ഭരണതലത്തിൽ തന്നെ വന്നിരിക്കുകയാണ്. പാകിസ്ഥാനും ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഒരു കോൺട്രവേഴ്സിയിലേക്ക് വന്നേക്കാം. ഈ ചർച്ചയിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്താ താല്പര്യം, പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് എന്താ താല്പര്യം? അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ടുള്ള തെളിവ് കൊടുക്കേണ്ടത് ഇന്ത്യ തന്നെയാണ്. അതിന് ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഇന്ത്യയുടെ ഒരു പരാജയം തന്നെയാണ്. ഇന്ത്യ സർക്കാരിൻ്റെ പരാജയമാണ് അതിൽ. പിന്നെ നമ്മൾ ഇന്ത്യയിലെയോ പാകിസ്ഥാനിലെയോ ജനങ്ങൾ ഒരിക്കലും യുദ്ധത്തിനും ആഗ്രഹിക്കുന്നില്ല. അവരുടെ സാമ്പത്തിക കണ്ടീഷൻസും ഒരു യുദ്ധത്തിന് ഫേസ് ചെയ്യാൻ കഴിയുന്നതല്ല. ഇന്ത്യയുടെ ആണെങ്കിൽ പാകിസ്ഥാൻ തീരെ ദുർബലമാണ്. 1 കിലോ അരിക്ക് 800 കൊടുക്കണം അവിടെ. ആ നിലയിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധം വന്നാൽ ആ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് ഭരണാധികാരികൾ ഒരു തരത്തിലും ചിന്തിക്കാതെ വിദേശ ശക്തികളുടെ താല്പര്യത്തിന് വേണ്ടി എടുത്തു ചാടി ഉണ്ടാക്കിയ ഒരു യുദ്ധമാണ് ഇതെന്നാണ് നമ്മൾക്ക് ഇന്നിപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാം. വയറെന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ, അതിനെ എന്തിനാണ് നിരോധിച്ചത്? ചില സത്യങ്ങൾ പറയാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിനെ നിരോധിച്ചു. 2-3 ദിവസത്തേക്ക് വയർ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ മാം, ഈ യുദ്ധം എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഈ പഹൽഗാമിൽ
ഭീകരവാദികൾ കൊന്ന 26 പേർക്ക് വേണ്ടി പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പഹൽഗാമിൽ അവിടെ ഭീകരവാദികൾ വന്നു എന്ന് പറയുന്നത് തന്നെ, ഇപ്പം നമ്മളൊരു പ്രദേശത്ത് വർഗീയ കലാപം ഉണ്ടാകും. വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും, സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഇപ്പോൾ ബോംബെ കലാപം ഉണ്ടായപ്പോൾ എല്ലാവരും ചേരിതിരിഞ്ഞു. മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കളും, ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിങ്ങളും ചേരിതിരിഞ്ഞു. അതിൽ പക്ഷം പിടിക്കാത്ത ചില മതേതരവാദികൾ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ചേരിതിരിവുകൾ വരും. പക്ഷെ യുദ്ധം കാശ്മീരിൽ വന്ന ഭീകരവാദികൾ ആരായിരുന്നു? അവരെ പിടിച്ചോ? അവർ പിടിക്കണ്ടേ? അവരെവിടെ നിന്ന് വന്നു? ഒന്ന് പറഞ്ഞ് രണ്ട്, ഭീകരവാദികൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ് അവരുണ്ടായിരിക്കണം, നമ്മുടെ കാശ്മീരിലാണ്. അവരെവിടെ നിന്ന് വന്നു? അവർ പാകിസ്ഥാൻ തന്നെയാണോ വന്നിരിക്കുന്നത്? അതിനെന്താണ് നമ്മൾക്കൊരു തെളിവ് കിട്ടിയത്? നമ്മുടെ ആളുകൾ മരിച്ചതിൽ നമുക്ക് പ്രയാസമുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്തതെന്നും നമുക്കറിയാം. പക്ഷേ ഇതെല്ലാം, ഇതിൻ്റെ പുറകിലൊക്കെ പല പല താല്പര്യങ്ങളുണ്ട്. പല ഭരണകൂട ശക്തികളുടെയും താല്പര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്നാണ് ഇന്നിപ്പോൾ നമ്മൾ ഏത് യുദ്ധത്തിന് ശേഷവും നമ്മൾ പരിശോധിക്കുമ്പോൾ ആ യുദ്ധത്തിൻ്റെ ഒക്കെ പിന്നിൽ പല സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾക്കും തമ്മിൽ പല താല്പര്യങ്ങളുണ്ടാവും. അപ്പം ഇത് നമ്മൾക്കൊരു വിശദമായിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാവുന്ന ഒരു ഫ്രെയിമിലുള്ള സാധനങ്ങളാണ്. മനസ്സിലായി? ഇപ്പോൾ ഈ പാകിസ്ഥാൻ, ചൈന, റഷ്യ, ഇന്ത്യക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇപ്പോൾ ഇപ്പോൾ യു എസിനുമായിട്ടാണ് കുറച്ച് ഇന്ത്യ ചേർന്നത്. പക്ഷേ റഷ്യ ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യത്തിൽ ഇന്ത്യ ഉണ്ട്. അപ്പോൾ റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇന്ത്യ. പിന്നെ ആരും യു എസിന് കമ്പനിയില്ല. യു എസിന് ഏതെങ്കിലും തരത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്തിന് എല്ലാ യുദ്ധങ്ങളും, ലോകാന്തര യുദ്ധങ്ങളെല്ലാം സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മളുടെ ഭീകരവാദികൾ ഇവിടെ വന്നു, ഭീകരവാദികളെ കൈകാര്യം ചെയ്യണം. യുദ്ധമുണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഭീകരവാദികളെ പിടിക്കണം. അവരെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും കിട്ടിയോ? ഈ കാശ്മീരിൽ ഉണ്ടായി. എങ്ങനെ കാശ്മീരിലേക്ക് അവർ വന്നു? മുകളിൽ നിന്ന് വന്നതാണോ? ഹെലികോപ്റ്ററിൽ അവരെ കൊണ്ടുവന്നതാണോ? അത് ഏതെങ്കിലും ഇടനാഴിയിലൂടെ വന്നതാണോ? നമ്മൾക്ക് എങ്ങനെയാ? സർക്കാരിനോട് നമ്മൾ ചോദിക്കണമല്ലോ. യുദ്ധം കഴിഞ്ഞല്ലോ, യുദ്ധം താൽക്കാലികമായി നിർത്തി. ഈ ക്വസ്റ്റിന് സർക്കാർ ഉത്തരം പറയണ്ടേ? ഈ ഭീകരവാദികൾ ആരായിരുന്നു? അവരെവിടെ നിന്നാണ് വന്നത്? ഏത് വഴിയാണ് വന്നത്? ഇന്ത്യയിൽ തന്നെ ഉള്ളവരാണോ അതോ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ആളുകളാണോ? പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അത്തരത്തിൽ യാതൊരു പോർവിളികളും നടന്നിട്ടില്ല. നമ്മൾ അനുമാനിക്കുന്നതാണ് പാകിസ്ഥാനാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ആണ് ഈ യുദ്ധത്തിന് കാരണമായി പറഞ്ഞത്. അപ്പൊ ഈ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കാതെ യുദ്ധത്തിന് പോയതിനെ കുറിച്ച് ഇപ്പൊ യുദ്ധത്തിന് പോയതിന്റെ സാഹചര്യങ്ങളിൽ സർക്കാരിന് പറ്റിയിട്ടുള്ള വീഴ്ചകളെ സംബന്ധിച്ച് വലിയ ഡിസ്കഷൻസ് ഇപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നടക്കുകയാണ്. എന്തായിരുന്നു ഇന്ത്യയുടെ നേട്ടം? ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടായി? അതുകൊണ്ട് ഒരു യുദ്ധത്തിന് പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു നേട്ടം ഉണ്ടാവണ്ടേ? അതിന് സാധ്യത എന്തായിരുന്നു? അങ്ങനൊന്നും പുറത്തു വന്നിട്ടില്ല. ഭീകരവാദികളെ പിടിക്കാൻ വേണ്ടി മാത്രം ഒരു യുദ്ധം ഉണ്ടാക്കാൻ പറ്റൂ? ഭീകരവാദികൾ ഒരു പ്രശ്നം ഉണ്ടാക്കി, ഇപ്പൊ നമ്മളുടെ അവിടെ ഒരാളെ കൊന്നു, അയാളെ പിടിക്കല്ലാതെ അവിടെ ജനങ്ങൾ തമ്മിൽ തല്ലാൻ പറ്റില്ലല്ലോ. ഇതൊരു കോമൺ ഇതാണ്. അപ്പൊ ഇതിന്റെ പുറകിലൊക്കെ മറ്റ് രാജ്യാന്തര സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. നമ്മളെപ്പോലുള്ള 3-4 ലോക രാജ്യങ്ങളെ തമ്മിൽ തല്ലിച്ച് ഇതിന് നേട്ടം കൊയ്യാതിരിക്കുന്ന അമേരിക്കയെ പോലുള്ള ആളുകളുണ്ട്. അതിനെക്കുറിച്ച് നല്ല വിശകലനം എല്ലാ കാലത്തും നടത്തിയിരുന്നത് ലെഫ്റ്റ് പാർട്ടീസാണ്. കോൺഗ്രസ് എപ്പോഴും ഇങ്ങനത്തെ ഒരു നിലപാട് എടുത്തിരുന്നു. പക്ഷേ ലെഫ്റ്റ് പാർട്ടീസ് ഇപ്രാവശ്യം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ ലെഫ്റ്റ് പാർട്ടീസിൽ പ്രധാനമായ CPI, CPM, പിന്നെ CPIML പോലുള്ള ലെഫ്റ്റ് പാർട്ടീസ് അതിനെതിരായിട്ടുള്ള നിലപാടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞില്ല.